ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് പഞ്ചായത്ത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. നീണ്ട 3-4 ദിവസം കൊണ്ട് ഇവിടുത്തെ പ്രവർത്തകർ രാപകൽ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ഗോകുമാർ ചേട്ടൻ്റെ വള്ളത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ മുങ്ങിക്കിടക്കുന്ന വീടുകളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. നീണ്ട 3-4 ദിവസം കൊണ്ട് ഇവരൊക്കെ ഈ വള്ളത്തെ കടന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശദമായ ഒരു അന്തരീക്ഷം എന്താണെന്നുള്ളത് ഗോകുമാർ എന്നോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ പാണ്ടനാട് പഞ്ചായത്തിൻ്റെ പ്രത്യേകത ഇത് ആലപ്പുഴ ജില്ലയിലെ കിഴക്കൻ മേഖലയാണ്. ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽപ്പെടുന്ന ഈ പാണ്ടനാട്ടിൽ ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ തന്നെ പമ്പാ നദിയും അതുപോലെ അച്ചൻകോവിലാറും മണിമലയാറും അടക്കം അതിൻ്റെ കൈവഴികൾ വരട്ടാളടക്കമുള്ള നിരവധി ഇല്ലിമല ആറടക്കമുള്ള നിരവധി ആറുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഓരോ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും വെള്ളം കയറാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അത് പ്രത്യേകിച്ച് ഡാം മാനേജ്മെൻറ്റിൻ്റെ വലിയ കെടുകാര്യസ്ഥതയൊക്കെ കൊണ്ടാണ് പലപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ ഈ പാണ്ടനാട് അടക്കമുള്ള തിരുവമ്പൂണ്ടൂർ പാണ്ടനാട് പ്രദേശങ്ങളിൽ ഇല്ല. ഗവൺമെൻറ്റുകൾ പ്രഖ്യാപനം നടത്തി 2018 പ്രളയമുണ്ടായ സമയത്ത് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ പരിശോധിച്ചാൽ അറിയാം. ഇവിടെ ഈ ഫ്ലഡ് ഷെൽട്ടർ, അതായത് പ്രളയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും താമസിക്കാൻ കന്നുകാലികളെ പോലും താമസിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. കുട്ടനാട്ടിൽ പോലും 2-3 ഷെൽട്ടറുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ ദുരിതം അനുഭവിക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ നിഷ്ക്രിയത്വം നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകന്മാരാണ് ഈ പാണ്ടനാടും സമീപ പഞ്ചായത്തുകളിലും രാപ്പകലില്ലാതെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ ഇവിടെ പ്രവർത്തനം നടത്തുകയാണ്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മറ്റ് ജില്ലകളിൽ നിന്ന് മറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്നൊക്കെ ആളുകൾ ആ സേവാഭാരതി മറ്റ് ആളുകളിൽ നിന്നും അവരുടെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കുടിവെള്ളം പോലും കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പഞ്ചായത്തിന് ഇപ്പോൾ പാണ്ടനാട് പഞ്ചായത്ത് പരിശോധിച്ചാൽ, പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിന് 1 രൂപ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല. പിന്നെ അവരെങ്ങനെ ചെയ്യും? അപ്പോൾ ഗവൺമെൻറ് പോലും നിഷ്ക്രിയമായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ സേവാഭാരതി ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ എന്നോടൊപ്പം സംഘത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ട്, ചുമതലക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും വലിയ പരിശ്രമങ്ങളാണ് ഈ വെള്ളം കയറി കിടക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. വലിയ ട്രാക്ടറുകൾ, നല്ല വലിയ വലിപ്പമുള്ള ട്രാക്ടറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചില പ്രദേശങ്ങളിൽ നമുക്ക് എത്താൻ പോലും കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ വള്ളമാണ് ആശ്രയം. ഈ മാർഗത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പഞ്ചായത്ത് മെമ്പർമാരടക്കം എല്ലാവരും രാപ്പകലില്ലാതെ സേവന രംഗത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, കാരണം ഈ പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന കാലങ്ങളിൽ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത, ഇപ്പോൾ കുട്ടനാട്ടിൽ എന്താണ് സാഹചര്യം, അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടുന്ന് നാട്ടുകൾ പലായനം ചെയ്യുകയാണ്. അതേപോലെ പാണ്ടനാട്ടിലെ ജനങ്ങളും പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. ഇത് കണ്ണുകെട്ടി ഇരിക്കുകയാണ് അധികാരികൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊരു സഹായമാകുന്നു. ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് സാധനം എത്തിച്ചിട്ടുള്ളത് സേവാഭാരതിയാണ്, കുടിവെള്ളം എത്തിച്ചത് സേവാഭാരതിയാണ്, അവരെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തനം നടത്തുന്നത് സേവാഭാരതിയാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ ഞങ്ങളുടെയൊക്കെ സ്ഥിതി ആകും എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രളയ കാലഘട്ടം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചേട്ടാ, ഈ വള്ളമൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത്? ഈ വള്ളം അടക്കമുള്ളത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ പ്രദേശത്തെ സംഘത്തിൻ്റെ RSSൻ്റെ ചുമതലക്കാരായിട്ടുള്ള സേവാഭാരതിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത്. അവരാണ് വിളിച്ചപ്പോൾ തന്നെ ഗവൺമെൻറ് സംവിധാനം ഉണരുന്നതിന് മുമ്പ് തന്നെ
സേവാഭാരതിയുടെ ആ സംഘത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിടുന്ന് വള്ളവുമായിട്ട് ഊണും ഉറക്കമില്ലാതെ ഒന്നും നോക്കാതെ ഇവിടെ എന്ത് സൗകര്യമുണ്ട് എന്ന് പോലും ചോദിക്കാതെ അവരവിടുന്ന് വള്ളവുമായി വലിയ ലോറിയിൽ ആ വള്ളവുമായിട്ട് വന്നിരിക്കുകയാണ്. നിരവധി ആളുകൾ, ഒരുപാട് നിരവധി വള്ളങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അല്ലാതെ തൊഴിലാളികളായിട്ട് വന്ന ജോലിക്കോ കൂലിക്കോ വേണ്ടി വന്നവരല്ല. ആ ഭാരവാഹികൾ ഉത്തരവാദിത്തം ഉള്ളപ്പോൾ തന്നെ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, സേവാഭാരതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒന്നും ചിന്തിക്കാതെ ഈ വെള്ളത്തിൻ്റെ സാഹചര്യം പോലും മനസ്സിലാക്കാതെ ഇവിടേക്ക് വന്നിട്ടുള്ളവരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അവരെ എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ് സാഹചര്യം. കഴിഞ്ഞ 2018 നിരവധി അപകടങ്ങൾ നേരിട്ട പ്രവർത്തകന്മാർ, സേവാഭാരതിയുടെ പ്രവർത്തകന്മാർ, നിരവധി വലിയ അപകടങ്ങൾ അവർക്കുണ്ടായി ഇവിടെ വന്ന് സേവന പ്രവർത്തനം നടക്കുന്നത്. അതൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവന് വിലയുള്ളതുപോലെ തന്നെയാണ് നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങളുടെയും. 1-2 ഡോഗുകൾ കെട്ടിയിട്ട അവസ്ഥയിൽ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ വന്നപ്പോൾ കാണുകയുണ്ടായി. അത്രയ്ക്ക് ഹൃദയഭേദകമായ കാഴ്ചയാണ് പാണ്ടനാട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പശുക്കളും എരുമകളും ഒക്കെ റോഡ് നീളെ കെട്ടിയിട്ടേക്കുന്ന കാഴ്ച, അവർക്കൊരു പാർപ്പിടമൊന്നും ഇല്ലാതെ കെട്ടിയിട്ടേക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ വീടിനുള്ളിൽ വെള്ളം കയറിയിട്ടില്ല. ഈ വീട്ടുകാർ ആ ഡോഗിനെ വീടിനുള്ളിലാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും ഈ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പോകുമ്പോൾ നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങളെ സേഫ് ആക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കണം. എന്തായാലും ഈ ഒരു വിഷമമുള്ള അവസ്ഥയിലും ഇവിടുത്തെ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്ത് പേമാരി വന്നാലും പ്രളയം വന്നാലും ശരി തന്നെ ഇവിടുത്തെ ഒരു നാട്ടുകാരെ തളർത്താൻ പറ്റത്തില്ലെന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നതിന്. ശരിക്കും പറയാൻ നമുക്കൊരു സന്തോഷമുണ്ട്. അത്രത്തോളം പ്രവർത്തകർ നാലാ വഴിക്കും ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വള്ളമൊന്നുമല്ല, ഒത്തിരി വള്ളങ്ങൾ ഇവിടെ പല പ്രവർത്തകരായിട്ട് പോയി ആഹാര സാധനങ്ങളും മറ്റും വീടുകളിലേക്കൊക്കെ എത്തുകയാണ്. മിക്ക വീടുകളിലും വെള്ളം കയറാത്ത വീടുകളിലൊക്കെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണവും ശുദ്ധവെള്ളവും ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഡോഗ് ശരിക്കും വിശന്ന് കിടക്കുന്ന ഡോഗാണ്. അത് ശരിക്കും ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വളർത്തുന്ന ജീവജാലങ്ങളെയും കൂടെ രക്ഷപ്പെടുത്താനും കൂടെ നമ്മൾ മനസ്സ് കാണിക്കണം. അല്ല ഒരെണ്ണം രണ്ടോട്ടോ അവിടെ ഉണ്ടോ? പൂച്ച ചത്തു, കഷ്ടം. കാണ്ട പൂച്ച പട്ടിയാണ്, പട്ടിയൊക്കെ ചത്തു. പട്ടിയൊക്കെ ചത്തുകിട. എവിടാ വീട്ടിലുണ്ടോ? വീട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങി. ഇനിയും കൊണ്ടാ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ഇതൊക്കെ പൂർണ്ണമായിട്ടും വെച്ചില്ലേ മേളോട്ട്? ഇല്ല അവിടെ ഒന്നും വെള്ളം അത്രയും മേളിലൊന്നും കയറിയില്ലല്ലോ. ഇല്ല, നിങ്ങൾ മേടിച്ച് പോയതാ. അവിടെ ഒന്നും വെള്ളം മേളിലൊന്നും. പഞ്ചായത്തിന്റെ ഈട് ഞങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടില് കിണറൊക്കെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ബീച്ചാൻ്റെ അവിടെ കിണറൊക്കെ മുങ്ങി കിടക്കുന്നുണ്ടോ? അങ്ങനെ പറയുന്നത് പുറത്തിറക്കി പിടി. ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റ് സഹായവും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രവർത്തകർ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.
എന്തായാലും ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ പങ്കുവെക്കാനായിട്ടുണ്ട്. എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. പല സ്ഥലത്തേക്കും വള്ളങ്ങൾ ഇതേപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വള്ളത്തിൽ മാത്രമാണ് നമ്മളിരിക്കുന്നത്. ഒരുപാട് വള്ളങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. പല പ്രവർത്തകരും ഭക്ഷണം വെക്കാനും മറ്റു കാര്യങ്ങളിലൊക്കെ തിരക്കിലാണ്. എല്ലാവർക്കും ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും വെള്ളം കയറി ആകെപ്പാടെ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. മൃഗങ്ങളെല്ലാം റോഡിലാണ്, കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് റോഡിലാണ്. പാണ്ടനാട് ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എല്ലാം വെള്ളം കയറി മുങ്ങിയേക്കാണ്. വലിയ പോത്തുകളൊക്കെ റോഡിലാണ് കെട്ടിയിരിക്കുന്നത്. ചിക്കള്